താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. മറ്റൂർ സെന്റ് ആന്റണീസ് വലിയ പള്ളിയിൽ ശതോത്തര ജൂബിലി സമാപനം ആഘോഷിച്ചു. ശനിയാഴ്ച പൊതുസമ്മേളനം, മെഗാ മാർഗംകളി എന്നിവയുണ്ടായി. മറ്റൂർ സെന്റ് ആന്റണീസ് വലിയ പള്ളിയിൽ ശതോത്തര രജത ജൂബിലി സമാപനം ആഘോഷിച്ചു. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തി. എനിക്ക് ഈ സമൂഹത്തിന് മുമ്പിൽ അഭിമാനത്തോടെ നന്ദിയോടെ പറയാൻ തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, വിട്ടുപോയൊരു കാര്യം, എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ പൂരിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, അത് തമ്പുരാൻ്റെ മുമ്പിൽ നന്ദിയോട് ഓർക്കുന്നതാണ്. ഞാൻ 7 വയസ്സിൽ അൾത്താരബാലനായിട്ട് സഭയിൽ ശുശ്രൂഷ ആരംഭിച്ച ആളാണ്. പുഗ്ദാന മുഖം എന്ന് പറഞ്ഞാൽ പുഗ്ദാനെ ദമശിക എന്ന് പറഞ്ഞിട്ട് ആവുന്ദുസ്മയ്യ നസ്കന്ദ സ്മാഗത്തെ മൽക്കൂസ് സുറിയാനിയിൽ ഞാൻ ചൊല്ലി തുടങ്ങിയതാണ്. അന്ന് മുതൽ എൻ്റെ ഓർമ്മയിൽ അസുഖത്താലോ അല്ലെങ്കിൽ യാത്രയാലോ അല്ലാത്ത ഒരൊറ്റ ദിവസവും ഞാൻ ദിവ്യബലി മുടക്കിയിട്ടില്ല. 4 ദിവ്യബലി വരെ പങ്കെടുത്ത ദിവസമുണ്ട് എൻ്റെ ജീവിതത്തിൽ. അഥവാ എവിടെയെങ്കിലും മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. സഭയുടെ ഒരൽമായന് എത്താവുന്ന ഏറ്റവും ഉന്നതമായ പദവി മാർപ്പാപ്പയെ ഉപദേശിക്കുന്ന ഒരു സമിതിയിൽ അംഗമാവുക എന്നുള്ളതാണ്. അതുമായി ഇന്ത്യയിലെ കാത്തലിക് കൗൺസിൽ CBCI പ്രസിഡൻറ്റിൻ്റെ അടുത്ത ഉപാധ്യക്ഷനായിട്ടുള്ള കാത്തലിക് കൗൺസിലിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാനാണ്. നമ്മുടെ എറണാകുളം അതിരൂപതയിലെ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പാസ്റ്റൽ കൗൺസിലിൻ്റെ അൽമായ സെക്രട്ടറിമാരിൽ ആദ്യത്തെ ഒരാളാണ് ഞാൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പൗലോസ്ലിയ പറയുന്നതായിട്ട് സഭയുടെ ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. വികാരി ഫാദർ ജേക്കബ് മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. മാർപ്പാപ്പ അയച്ചു തന്ന സന്ദേശം ഫാദർ ഡെൽവിൻ മൂലൻ വായിച്ചു. റോജി എം ജോൺ MLA സുവനീർ പ്രകാശനം ചെയ്തു. 125 വർഷങ്ങൾക്കിപ്പുറം ഈ ഇടവക സമൂഹം വളർന്ന് വലുതായി 200-ൽ താഴെ ഇടവകാംഗങ്ങൾ മാത്രമുള്ള ഒരു ദേവാലയമായി തുടക്കം കുറിച്ച് ഇന്ന് 125 വർഷങ്ങൾക്കിപ്പുറം ഇത് നേരത്തെ കുര്യൻ ജോസഫ് സാറും സൂചിപ്പിച്ചതുപോലെ 3 മറ്റ് ഇടവകകൾക്ക് രൂപം നൽകിയതോടൊപ്പം 800-ൽ പരം കുടുംബങ്ങളുമായി വളരെ സുദൃഢമായ ഒരു ഇടവക സമൂഹമായി ഇത് മുന്നോട്ട് പോവുകയാണ്. അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കാരുണ്യം തന്നെയാണ്. ഫാദർ ജോയ് കണ്ണമ്പുഴ വിവിധ തലങ്ങളിൽ സേവനം ചെയ്തവരെ ആദരിച്ചു. വൈസ് ചെയർമാൻ ജോയ് പോൾ വട്ടപ്പറമ്പൻ, ജൂബിലി കമ്മിറ്റി സെക്രട്ടറി ലീന ജോർജ് കുടിയിരിപ്പിൽ, കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൗളി ബേബി, ഫാദർ പോളി കണ്ണമ്പുഴ, സിസ്റ്റർ അനില കോട്ടയ്ക്കൽ, ഫാദർ ജോസഫ് കോഴിക്കാടൻ, ഫാദർ പോൾ കന്നപ്പള്ളി, KK പോൾ കുടിയിരിപ്പിൽ, KD വർക്കി കന്നപ്പള്ളി, KC വർഗീസ് കുടിയിരിപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്ന്, ഇടവക പ്രതിഭകൾ അവതരിപ്പിച്ച കലാസന്ധ്യയും അരങ്ങേറി. Through the intercession of the Blessed Virgin Mary, an abundance of divine graces, 27th December 2025, Jubileum AD 2025, ex Aedibus Vaticanus DA 2012-2025. ഓരോരോ വൈദികരിലൂടെ എത്ര മനോഹരമായിട്ടാണ് ഈ സമൂഹം കർത്താവിനാൽ വഴി നടത്തപ്പെട്ടത്. പ്രഗത്ഭരായ വൈദികർ, മുട്ടുമനച്ചനെ പോലെ ഈ നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായ വൈദികർ, അവരിലൂടെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടന്നത്. നമ്മൾ ജൂബിലി ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പോയ 125 വർഷക്കാലം നമ്മുടെ പൂർവികർ ഒരുപാട് അധ്വാനിച്ചതിൻ്റെയും കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് കാണുന്ന ഈ പുരോഗമനങ്ങളും അതുപോലെ തന്നെ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥാനങ്ങളും ഒക്കെ. ദൈവത്തിൻ്റെ അനുഗ്രഹവും വിശ്വാസികളുടെ കൂട്ടായ്മയും
ഒത്തുചേർന്ന് ഈ പുണ്യഭൂമിയിൽ 125-ാം വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ജൂബിലി ആശംസകൾ നേർന്നുകൊണ്ട് സാധിച്ചതിലേറെ സന്തോഷിക്കുകയാണ് ഞാൻ. 2007 റെഡംപ്റ്റഡ് സന്യാസ സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസ് ഈ ഇടവക കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ട് മാറുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. ഇടവകയുടെ ആത്മീയ ആവശ്യങ്ങളിൽ ഞങ്ങളുടെ സഹായം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അത് ഇനിയും ഉണ്ടാകും. Bishop